നമസ്കാരമുണ്ട്. വെൽക്കം ബാക്ക് അഗൈൻ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് പറയാനായിട്ടാണ്, നമ്മുടെ ഫാമിനെ കുറിച്ച്. അപ്പം നമ്മൾ ഇന്നലെ തുടങ്ങിയ ബിസിനസ് അല്ല ഇത്. നമുക്ക് 27 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് ഫാം രംഗത്ത്. ഫാദറാണ് ഇതിൻ്റെ ഫുൾ മേൽനോട്ടവും എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പുള്ളി വെറ്റിനറി സയൻസ് കഴിഞ്ഞാണ് ഈ പശുക്കളുടെ എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം പുള്ളി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം പ്രധാനമായിട്ടും പറയുന്നത് ഒരു പശുവിനെ ഒരു കർഷകർക്ക് എങ്ങനെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പശുക്കളെ സെലക്ട് ചെയ്താണ് നമ്മൾ കൊണ്ടുവന്ന് കർഷകരിലേക്ക് എത്തിക്കണമെന്നുള്ള ഇതിലാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഒരു ബാച്ചിൽ, ഇപ്പോൾ ഒരു മാസമായ ബാച്ചിൽ നിന്നാണ് നമ്മൾ കൊടുത്തത്. കൊണ്ടുവന്ന പശുക്കളിൽ ഉള്ള പശുക്കളുടെ ക്ഷീണം മാറി അവർ ഓക്കെ ആണെന്ന് ഉറപ്പായതിനു ശേഷം മാത്രമാണ് നമ്മൾ അവരെ സെയിൽ ചെയ്തത്. ഇനി ബാക്കിയുള്ള 2-3 പേരുണ്ട്, കൊണ്ടുപോയവർ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അവരുടെ റിവ്യൂകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ചാനലിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അത് നിങ്ങൾക്ക് കയറി കാണുമ്പോൾ അറിയാം. കോട്ടയത്തും വാളകം ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് പോയേക്കുന്നത്. അത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ കൊണ്ടുചെന്ന് നല്ല രീതിയിലാണ് അവരെ എത്തിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഇന്നലെ വന്ന കർഷകർക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. പക്ഷെ ഒരു കർഷകന് പശുക്കളെ നിർത്തി പരിചയമുള്ളവർക്കറിയാം ഈ പശു പ്രസവിച്ച് എത്ര മാസം കഴിയുമ്പോഴാണ് അതിന് കറക്റ്റ് പ്രോപ്പറായിട്ട് പാല് വരുന്നതെന്നും ആ പാല് എത്ര മാസം വരെ നീണ്ട കറവ് കിട്ടുമെന്നും പിന്നെ അത് എത്ര മാസത്തിൽ ചനയാവുമ്പോൾ അതിൻ്റെ പാല് റെഡ്യൂസ് ആവുന്നതും എല്ലാം ഒരു കർഷകന് കറക്റ്റായിട്ട് അറിയാം. അപ്പം നമ്മളിപ്പം 15 ലിറ്റർ കിട്ടുന്നു എന്ന് പറയുന്നെങ്കിലും അതിൻ്റെ ഫുള്ള് കറവ ടൈമിലും 15 ലിറ്റർ കിട്ടുമെന്ന് ഒരു കർഷകർക്കും പറയാൻ പറ്റത്തില്ല. കറക്റ്റായിട്ട് ഒരു കർഷകർക്ക് കറക്റ്റ് കാര്യം അറിയാം. ഇന്ന ടൈം വരെ ഒരു 3-4 മാസം വരെ കറക്റ്റ് കിട്ടും, ചനയായി കഴിഞ്ഞാൽ ഇത്രയാവും, പിന്നെ പറ്ററവയാവും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരാൾ ചോദിച്ചു, നമ്മളിപ്പോൾ ഇവളുടെ കാര്യം ഇട്ടായിരുന്നു. അപ്പോൾ അവൾക്ക് മടി തളുത്തു തുടങ്ങി. ഇപ്പോൾ ഇനി ഒരു 1.5 മാസം കഴിയുമ്പോൾ 1.5 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഡെലിവറി ആവും. അപ്പം മടി കണ്ട ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവളുടെ കാര്യം ഇട്ടപ്പം പറഞ്ഞ് എങ്ങനെ പറയാൻ പറ്റും ഇവർക്ക് 20 ലിറ്റർ കിട്ടുമെന്ന്. അപ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസ് ആണ് 20 ലിറ്റർ കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ 27 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഈ പശുവിന് ഇത്രയും കിട്ടുമെന്നുള്ളത്. അപ്പം ഈ നമ്മളെ ഒറ്റ ഇതിലല്ല പറയുന്നത്. ചിലപ്പം കർഷകർക്കറിയാം നമ്മൾ ഒരുപാട് പ്രതീക്ഷകളിലായിരിക്കും ഓരോ പശുക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പം ഓരോ പശുക്കൾക്കും ചിലപ്പോൾ പ്രസവാനന്തരം പല രോഗങ്ങളും വരും. ഇപ്പം നിൽക്കുന്ന നിപ്പിൽ പശുക്കൾ വീണ് മരിച്ചിട്ടുണ്ടാവും. അതൊക്കെ ആ ഒരു കർഷകർക്കേ അറിയത്തുള്ളൂ, അതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ. അത് വളർത്തുന്ന അവർക്കേ അറിയൂ. അപ്പം എങ്ങനെയാണെന്നുള്ളതല്ല. അപ്പം നമ്മളിപ്പോൾ കൊണ്ടുവന്നതിൽ നമുക്കൊരു പശുവിനെ നഷ്ടപ്പെട്ടു. പക്ഷെ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നഷ്ടപ്പെട്ട പശുക്കൾ എന്താണ്, അത് പോയാണ്, നമുക്ക് വിധിച്ചിട്ടില്ല. അത് പ്രസവാനന്തരമുള്ള അസുഖങ്ങൾ മൂലം പല അസുഖങ്ങളായിട്ടും വരുമ്പോൾ അത് കർഷകർക്ക് കറക്റ്റായിട്ട് അറിയാം. ആ പശുവിനെ വളർത്തി എക്സ്പീരിയൻസ് ഉള്ള ഓരോ കർഷകർക്കും അറിയാം അതിന് ഇന്ന സംഭവങ്ങൾ പറ്റും. അത് മനുഷ്യന്മാർക്കും പറ്റുന്നില്ലേ, അത് കണക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട വീഡിയോയ്ക്കകത്ത് വന്ന പശുവാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. നമ്മൾ കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് ഇവള് പ്രസവിച്ചു. നമ്മൾ 15 ലിറ്റർ പാല് കിട്ടുമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇവക്ക് പ്രസവാനന്തരം ഒരു കാമ്പിൽ ഡാമേജ് പറ്റിയിട്ടുണ്ട്. അപ്പം കുട്ടി മരിച്ചുപോയി. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ എക്സ്പെക്റ്റേഷൻസ് ആണ് ഇന്നത് കിട്ടും. ഇപ്പം തന്നെ അവർക്ക് ഒരു രാവിലെ ഒരു 7 ലിറ്ററും ഉച്ചയ്ക്ക് ഒരു 6 ലിറ്ററും കിട്ടും. കാമ്പിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയും ഒരു കാമ്പും ഉണ്ട്, പാല് ചെറുതായിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയുക, നമ്മൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വരിക. വന്ന 2 കർഷകരും കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തുകൊണ്ട് പോയതല്ല. അവർ നോക്കി, കറവ് നോക്കി, അവർക്ക് പശുക്കളെ ഇഷ്ടപ്പെട്ടാണ് അവർ വാങ്ങിച്ചത്. അപ്പം ഈ നമ്മുടെ നഷ്ടപ്പെട്ട പശുവിൻ്റെ ലാഭമൊന്നും നമുക്ക് ഈ പശുവിന് കിട്ടണമെന്ന് നമ്മളൊന്നും പറയുന്നില്ല. നമ്മൾ ന്യായമായിട്ട് കർഷകർക്ക് കൊണ്ടുവന്നവർക്ക് നമ്മൾ ഇതിൽ നിന്ന് നഷ്ടം വന്നു, നമ്മൾ അവരെ പറ്റിച്ചു എന്നുള്ള ഒരു വാക്ക് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ പശുക്കളെ കൊണ്ടുവന്ന എല്ലാവർക്കും ഉപകാരപ്പെടണം. ആ ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കച്ചവടത്തിലോട്ട് ഇറങ്ങിയത്. ഇപ്പോൾ ആ 27 വർഷത്തിൽ നമ്മൾ ഇവിടെ നിന്ന് നാടൻ പശുക്കൾ വരെ ഉണ്ട്. നാടൻ പശുക്കളുടെ ഒരു ഇതിനകത്ത് നമ്മൾ ഇപ്പോഴും നിർത്തിക്കൊണ്ടുപോകുന്ന തലമുറകളുണ്ട്.
പിന്നെ ഒരു പശു തന്നെ നമ്മുടെ നാടൻ HF ഇനത്തിൽപ്പെട്ട പശുവാണ്. അല്ല കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്നതും അതിനേക്കാളും കൂടുതൽ പാല് നമുക്ക് ഇവിടെ ജനിച്ച് വളർന്ന HF ഇനത്തിൽപ്പെട്ട പശുക്കുട്ടിക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ഇടുന്നുണ്ട്. പക്ഷെ ആ 40-45 കിട്ടുന്നെന്ന് പറഞ്ഞെങ്കിലും ഓരോ പശുക്കൾക്ക് ഓരോ ദിവസം ചിലപ്പോൾ വേരിയേഷൻ വരും. ഇപ്പം തീറ്റയിൽ ഉള്ള വ്യത്യാസം, എല്ലാ ദിവസവും വന്ന് ഒരേ ടൈമിൽ ചിലപ്പോൾ ഫുഡ് എടുക്കത്തില്ല. അപ്പോൾ അതൊക്കെ കർഷകർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ അത് കണ്ട് വിലയിരുത്തിയിട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ അടുത്ത ബാച്ച് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മളത് ഓരോ വീഡിയോ ആയിട്ട് ഇടത്തുള്ളൂ സെയിലാവുമ്പോഴുള്ളത്. അപ്പം ഇനി കറക്റ്റ് ഒരു മാസം പശുക്കൾ ഓക്കെയാണ്, അവരുടെ ബോഡി ഓക്കെയാണ്, കൊണ്ടുപോകുന്നവർക്ക് ആ ക്ഷീണം വരുന്നത് കുറയണം. കൊണ്ടുപോയി കഴിഞ്ഞാൽ നാളെ അവർക്ക് ഫുഡ് കഴിക്കുന്നതും എല്ലാം ഓരോ രീതിയുണ്ട്. വരുന്നവർക്കറിയാം. ഇപ്പോൾ കൃഷ്ണഗിരിയിൽ നിന്നായാലും ചിന്താമണിയിൽ നിന്നായാലും നേരെ കൊണ്ടുവന്ന് ഇറക്കി എന്തായാലും ഒരു മാസം കഴിയാതെ അവർ നമ്മുടെ ക്ലൈമറ്റുമായിട്ട് ഒരിക്കലും സെറ്റ് ആകത്തില്ല. അതായത് വയനാട് അങ്ങനെയുള്ള ഹിൽ സ്റ്റേഷൻസിലാണ് ഏറ്റവും കൂടുതൽ അവർ ആപ്റ്റായിട്ട് പോകുന്നത്. നമ്മുടെ ഒരു ക്ലൈമറ്റ് വരണമെങ്കിൽ എന്തായാലും ഒരു 1.5 മാസം പിടിക്കും. പിന്നെ പ്രസവം കഴിഞ്ഞിട്ടുള്ളതും എല്ലാം. അപ്പം ഇവളുമുണ്ട്, ഇനി 2 പേരും കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ഓക്കെ ആയിട്ട് പറഞ്ഞേക്കുന്നത് കൊടുക്കാമെന്നുള്ളത്. ആ ഉറപ്പിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ബാക്കി എല്ലാവരും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ വരിക, കാണുക, നോക്കുക. ഓക്കെ ആണ്. നമ്മളിപ്പോൾ വലിയ റേറ്റിലൊക്കെയാണ് ചോദിക്കുന്നതെങ്കിലും നമ്മളിപ്പോൾ ആ കൃഷ്ണഗിരിയിൽ നിന്ന് എടുത്ത പശുക്കളുണ്ട്. അതിപ്പോൾ അത് 1 ലക്ഷം മേളിൽ വരുന്ന പശുക്കളുമുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ പാല് ക്വാണ്ടിറ്റി ഇപ്പോൾ ഒരുപാട് കർഷകരും വിളിച്ച്, അപ്പം നല്ല ഒരുപാട് പേരും വിളിച്ച് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പശുക്കളെയാണ് വേണ്ടുന്നത്. ചിലർക്ക് കച്ചവടം നടത്തുന്നവരുണ്ട്, പശുക്കളെ എടുത്തിട്ട് പിന്നെ കച്ചവടം ചെയ്യുന്നവരുണ്ട്. പിന്നെ പശുക്കൾക്ക് തോനെയും കൂടുതൽ പാല് വേണം, ഒരുപാട് പാല് വേണ്ടുന്നവരുണ്ട്. അപ്പോൾ HF ഇനത്തിലോട്ടാണ് അവർക്ക് കൂടുതലും പോകേണ്ടുന്നത്. ഇപ്പം പാലിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ HF ഇനത്തിലോട്ട് പോകണം. പിന്നെ പാല് കട്ടി ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ജേഴ്സിയിലോട്ട് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ഇത് നോക്കി ചെയ്യുന്നുണ്ട്. ചിലർക്ക് 10-30,000 രൂപയ്ക്കും പശുക്കളെ വേണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ കയ്യിൽ ആ പശുക്കളെ വരുമ്പോൾ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം അത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. നമ്മളത് ചിലപ്പോൾ അത് പറ്റുകറവ വരുന്ന പശുക്കളെ ആയിരിക്കും അവർ കൊടുക്കുന്നത്. ചില കർഷകരുണ്ട്, ചെറിയ പാവങ്ങൾ, അവർക്ക് കുറച്ച് പശുക്കളെ വീട്ടിൽ നിർത്തുന്നതിന് അങ്ങനെ ആവശ്യക്കാരുണ്ട്. നമ്മൾ അവർക്കും ഉള്ള പശുക്കളെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ബാക്കിയുള്ളവർക്ക് അയച്ചും കൊടുക്കുക. അപ്പം ശരിയാണ്.